ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ പ്ലം കേക്ക് ആയിട്ടാണ്. ഇതൊരു ഹെൽത്തി പ്ലം കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇത് നമ്മൾ ഗോതമ്പ് പൊടിയും ശർക്കരയും വെച്ചിട്ടാണ് നമ്മൾ സാധാരണ എങ്ങനെയാണ് പ്ലം കേക്ക് കഴിക്കുക അതേ പെർഫെക്ഷനിലാണ് നമ്മൾ ഈ ഒരു പ്ലം കേക്കും കഴിക്കുന്നത്. അത്രയും ടേസ്റ്റിയാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ നമ്മളിത് ഒരു ഇൻസ്റ്റൻറ്റ് പ്ലം കേക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലം കേക്കാണ്. എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഇച്ചിരി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് മുക്കി വെക്കാനുണ്ട്. അത് രണ്ട് മെത്തേഡ് ഉണ്ട്, ഞാൻ പറയാതെ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് കുറച്ച് ഉണക്കമുന്തിരിയാണ്. ഇത് കറുത്ത ഉണക്കമുന്തിരിയാണ് കേട്ടോ. നമുക്ക് രണ്ട് തരത്തിലൊക്കെ കിട്ടത്തില്ല. ഇപ്പോൾ ചിലപ്പം നമുക്കൊരു കറുത്ത മുന്തിരി അല്ലാതെ തന്നെ നമുക്ക് വെളുത്ത മുന്തിരിയൊക്കെ കിട്ടും. അപ്പോൾ അത് എടുക്കാതിരിക്കുക, കറുത്ത തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ ഇതിനകത്ത് ഇത് ഞങ്ങൾക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതാണ്. മിക്സ്ഡ് ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആപ്രിക്കോട്ട്സ് ഉണ്ട്, ഇതിനകത്ത് ഫിഗ്സ് ഉണ്ട്, പിന്നെ കുറച്ച് ഉണക്കമുന്തിരി, അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അത് ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മുടെ കശുവണ്ടി ഇല്ലാത്ത എന്ത് പ്ലം കേക്ക് അല്ലേ. അപ്പം ഞാൻ കശുവണ്ടി ഇച്ചിരി ഒരു 1/4 കപ്പിന് തൊട്ട് താഴെയുള്ള രീതിയിൽ ഞാനത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 5-6 എണ്ണം മുഴുവൻ കശുവണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് പ്ലം കേക്കിൻ്റെ പുറത്തൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്ലം കേക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലോടി വരുന്നത് ആ പുറത്തുള്ള കശുവണ്ടിയല്ലേ. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഞാൻ ചെറി എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ട്യൂട്ടി ഫ്രൂട്ടി കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല ഫ്രഷ് ആയിട്ടുള്ള ചെറിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതും ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. ഇന്നത് വേണം എന്നൊന്നും ഒരു നിർബന്ധമില്ല കേട്ടോ, ഇഷ്ടമുള്ളത് എടുക്കാം. പിന്നെ ഇതിന് ഞാൻ മുക്കി വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ആപ്പിൾ ജ്യൂസാണ്. ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോയിൽ ഓറഞ്ച് ജ്യൂസ് ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇവിടെ ആപ്പിൾ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. ഇത് കടയിൽ നിന്ന് മേടിക്കുന്ന ആപ്പിൾ ജ്യൂസാണ്, ഫ്രഷ് ആപ്പിൾ ജ്യൂസ് ഒന്നും അല്ല കേട്ടോ. എങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ കേക്ക്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാത്രം എടുക്കുക. ഈ പാത്രത്തിനകത്തോട്ട് നമ്മുടെ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും നമുക്ക് ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആപ്പിൾ ജ്യൂസ്, ഞാനിവിടെ ആപ്പിളാണ് എടുത്തിരിക്കുന്നത്, ആപ്പിൾ ജ്യൂസ് നമുക്കിതൊന്ന് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത് എത്ര ഒഴിക്കണം എന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുന്നേ പ്ലം കേക്ക് ഇട്ടപ്പോൾ. അതിന് കണക്കൊന്നുമില്ല, അത് ജസ്റ്റ് ഒന്ന് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ ഇതിനകത്തോട്ട് 2 ഗ്രാമ്പു ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സിനൊക്കെ ഒരു പ്രത്യേക ഫ്ലേവർ ആവും ആ കഴിക്കുമ്പം. നമുക്ക് പിന്നീട് അതെടുത്ത് കളയണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇനി സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് ഞാൻ 2 രീതിയിലാണ് ചെയ്യുന്നത്. ഒന്ന് നമുക്ക് 2 രീതിയിൽ ചെയ്യാം, ഞാൻ പറയാം. ഇപ്പം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് ഇത് ഏകദേശം 2 മണിക്കൂറോളം ഞാനിത് ഫ്രിഡ്ജിനകത്തൊന്ന് എടുത്ത് വെക്കുന്നുണ്ട്. ഫ്രിഡ്ജിനകത്താണ്, ഫ്രീസറല്ല. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അതൊന്ന് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നന്നായിട്ട് അതൊന്ന് സോക്ക് ചെയ്ത് വരും. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വേറൊരു മെത്തേഡ് ഞാൻ കാണിക്കുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. അത് വേറൊരു പ്ലം കേക്ക് ആയിരുന്നു. അത് കുറച്ചും കൂടി ഈസിയാണ്. നമുക്കൊരു 5 മിനിറ്റിനകത്ത് നമുക്ക് ഈ ഇത് ഫ്രൂട്ട്സ് ഒന്ന് സോക്ക് ചെയ്തെടുക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത് ഒന്ന് കാണാം കേട്ടോ. ഇനി നമുക്കത് ആ പൊടികൾ എങ്ങനെയാണെന്നുള്ളത് ഒന്ന് നോക്കാം. ഞാനത് മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഞാൻ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു ബൗളെടുത്തു. ഇതിനകത്തോട്ട് ഞാൻ ആദ്യം ചേർക്കുന്നത് 2 കപ്പോളമുള്ള ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നേരിട്ട് ചേർക്കരുത്, നമുക്കൊരു അരിപ്പയിൽ വേണം അരിക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഗോതമ്പ് പൊടിക്കകത്ത് കട്ടകളൊക്കെ കെടുക്കും, അന്നേരം നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വരത്തില്ല. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളമുള്ള സിന്നമൺ പൗഡർ, അതായത് പട്ട പൊടിച്ചതാണ്. നിങ്ങൾക്ക് പട്ട ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് മിക്സിയുടെ ജാറിലൊന്ന് പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പട്ടപ്പൊടിയായി, സിന്നമൺ പൗഡറായി. ഇനി അടുത്തത് ക്ലോവ്സ് ആണ് എടുത്തിരിക്കുന്നത്, അതായത് ഗ്രാമ്പു ആണ്. ഗ്രാമ്പു നിങ്ങൾക്കൊരു 3-4 ഒന്ന് ചെറുതായിട്ട് വറുത്തിട്ട് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ പൊടിയും ഒരു 1/4 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് ജിഞ്ചർ ഗ്രൗണ്ടാണ്, അതായത് ചുക്കാണ്, ചുക്കിൻ്റെ പൊടി. അത് നിർബന്ധമൊന്നുമില്ല. ഇതിന് പകരം നിങ്ങൾക്ക് ജാതിക്കപ്പൊടി ചേർക്കാം. ജാതിപ്പൊടി, നട്മക് പൗഡർ എന്നൊക്കെ പറഞ്ഞ് മേടിക്കാൻ കിട്ടും. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിലും പട്ടയും ഗ്രാമ്പൂവിൻ്റെ പൊടി മാത്രം മതിയാവും. ഇതൊക്കെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഇനി അടുത്തത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കണം. ഈ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും പലരും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, അത് എന്തൊക്കെ ചേർക്കാം, ബേക്കിംഗ് പൗഡർ ഒഴിവാക്കാവോ എന്നൊക്കെ. അപ്പോൾ ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു 1/4 ടീസ്പൂണോളമുള്ള ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ്
പൗഡറിനേക്കാളും ഇച്ചിരി കൂടുതൽ വേണം നമ്മൾ ബേക്കിംഗ് സോഡ ചേർക്കാനായിട്ട്. എന്നാൽ ഒത്തിരി ചേർക്കൊന്നും വേണ്ട, ഇച്ചിരി എങ്ങാനും കൂടുതൽ ചേർത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1/4 ടീസ്പൂണോളമുള്ള ബേക്കിംഗ് പൗഡർ എടുത്തപ്പോൾ 1/4 ടീസ്പൂണേ, പിന്നെ അതിൻ്റെ കൂടെ ഒരു കുറച്ചും കൂടെ അല്പം ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. ഇനി ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ അല്ല കേട്ടോ, ഒരു നുള്ളോളമുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇതാ ഇപ്പോൾ അരിച്ചെടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കട്ടകൾ കണ്ടോ. അപ്പോൾ ഇത് നമ്മൾ അരിക്കാതെ നേരിട്ട് തന്നെ ഈ ഒരു ബൗളിനകത്ത് ഇടുവാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ ഒരു സുഖമില്ലാതെ നമ്മുടെ കേക്കിനകത്ത് കടിക്കാനൊക്കെ കിട്ടും. അതുമല്ല അവിടെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് വരത്തുമില്ല. അപ്പോൾ ഈ പൊടികളൊക്കെ ചെറുതായിട്ട് നമ്മുടെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ആ കട്ടകളെല്ലാം മാറി പൊടിയായി കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിക്കുന്നത്. ഒരു തവണ എന്നുള്ളത് നിങ്ങൾ കുറച്ചും കൂടെ 2-3 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അരിക്കുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ഒരു പ്രാവശ്യം അരിച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇനി ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ഫ്രൂട്ടൊക്കെ എന്തായി, നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന് നോക്കി കണ്ടോ. ഇതേപോലെ ഈ ഉണക്കമുന്തിരിയൊക്കെ നന്നായിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഇങ്ങനെ കുടിച്ച് ഇങ്ങനെ വീർത്തിരിപ്പുണ്ട്. അപ്പോൾ ഇതും കൂടെ നമുക്ക് നമ്മുടെ ഈ പൊടികളൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതിനകത്തോട്ട് ചേർക്കാം. എന്നിട്ട് നമുക്കൊരു സ്പാച്ചുല വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് 2 ഗുണം. ഒന്ന്, നന്നായിട്ട് മിക്സ് ആവും. 2, നമ്മൾ ഈ പൊടിക്കകത്തോട്ട് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കുമ്പോഴത്തേക്കും ഇത് ഒട്ടിപ്പിടിച്ചൊന്നും ഇരിക്കത്തില്ല. നമ്മുടെ സാധാരണ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മൾ ചിലപ്പം നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, എല്ലാ മുന്തിരിങ്ങ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ അടിയിൽ, കേക്കിൻ്റെ ഏറ്റവും അടിയിൽ വന്ന് കിടക്കും. അതിങ്ങനെ ഇതും ഒട്ടിയൊക്കെ ഇരിക്കുന്നത് കൊണ്ടാണ്, നമ്മൾ ഇതുപോലെ പൊടിയിൽ മിക്സ് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തത് കൊണ്ട് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. എല്ലായിടത്തും മേലെയും താഴെയും നടുക്കിലും ഒക്കെ നമ്മുടെ കേക്കിൽ ഈ ഒരു ഉണക്കമുന്തിരിയും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഒരേപോലെ വരും. അപ്പോൾ ഞാൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഉണക്കമുന്തിരിയൊക്കെ ഇങ്ങനെ ആ ജ്യൂസൊക്കെ കുടിച്ച് ഇങ്ങനെ വീർത്തിരിപ്പുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്തൊക്കെയാണ് ലിക്വിഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെറ്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പാണ് എടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള മെഷർമെൻറ്റ് കപ്പ് 1/2 കപ്പും 1/4 കപ്പും ആണ്. അതുകൊണ്ടാണ് ആ 2 കപ്പിൽ ഞാൻ അളവെടുക്കുന്നത്. അപ്പോൾ ഒരു ബൗൾ എടുക്കുക. അതിനകത്തോട്ട് ഞാൻ ആദ്യം ഒരു 1/4 കപ്പോളം ഉള്ള സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം 1/2 കപ്പ് ഒഴിച്ചു, പിന്നെ 1/4 കപ്പ് ഒഴിക്കുന്നുണ്ട്. ഇനി 1/4 കപ്പ് വേണം എന്നില്ല. എനിക്ക് തോന്നുന്നു എണ്ണ ഒരു 1/2 കപ്പാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, അത് കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഇനി ഞാൻ 1/2 കപ്പോളം ഉള്ള തൈരാണ് ചേർത്തിരിക്കുന്നത്. തൈരും ഈ ഓയിലും കൂടെ ചേർന്ന് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ പിരിഞ്ഞ പോലെ നമുക്ക് തോന്നും, പക്ഷെ അത് സാരമില്ല. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഏകദേശം ഒരു 1/4 കപ്പോളം ഉള്ള നമ്മുടെ ശർക്കര ഒന്ന് ഉരുക്കിയിട്ട് എടുത്ത് വന്നിട്ടുണ്ട്. അത് ശർക്കര ഉരുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ എടുക്കുന്ന ശർക്കര നിങ്ങൾ ഒത്തിരി വെള്ളം ഒഴിക്കരുത്. 1-2 ടേബിൾ സ്പൂൺ തന്നെയാണ്, അത്രയും വെള്ളം മതിയാവും. അത്രയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒന്ന് ഉരുക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല തിക്കായിട്ട് ഇതുപോലെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ പിരിഞ്ഞത് നോക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. ഞാൻ ഈ ശർക്കരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതിന് നല്ല തിക്ക് പേസ്റ്റ് പോലെ നമുക്ക് വരും. അപ്പോൾ കണ്ടോ, ഇപ്പോൾ പിരിഞ്ഞ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, അതാ തൈരിൻ്റെ ഒരു ടെക്സ്ചർ അങ്ങനെയാണ് ഓയിലിൻ്റെ കൂടെ ചേരുമ്പോൾ. അപ്പോൾ ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം വെനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാലാണ് ഇതിനൊരു പൂർണ്ണത വരത്തുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ഒരു എന്താ പറയുക മിക്സ്ചർ ഇവിടെ റെഡിയായി. ഇത് ഒരു പാത്രത്തിലോട്ട് ഞാൻ മാറ്റുകയാണ് കേട്ടോ. ഈ ഓയിലും തൈരും ശർക്കരയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള മിക്സ്ചർ ഒരു പാത്രത്തിലോട്ട് മാറ്റി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പൊടി, അതായത് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടി കുറേശ്ശായിട്ട് ചേർത്ത് കൊടുക്കാം. ഒരിക്കലും നമ്മുടെ ആ ഒരു ഗോതമ്പ് പൊടി എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടേക്കരുത്. നമുക്കത് കുറേശ്ശെ ഇട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കേക്കിൻ്റെ മിക്സ്ചർ ഇവിടെ റെഡിയാണ്. ഇനി ഇതിനകത്തോട്ട് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട്. അത് നമ്മുടെ നാരങ്ങയുടെ തൊലിയാണ്. ചെറുനാരങ്ങയുടെ തൊലിയാവാം, അല്ലെങ്കിൽ ഇതുപോലത്തെ ഓറഞ്ചിൻ്റെ തൊലിയാവാം. തൊലി മാത്രം എടുക്കാൻ നോക്കുക. അപ്പോൾ അതിന് ഞാൻ ഇവിടെ ഓറഞ്ച് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കത്തി വെച്ചിട്ട് കണ്ടോ, വളരെ തിന്നായിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ആ ഓറഞ്ചിൻ്റെ വെള്ള, ആ തൊലിയുടെ ഉള്ളിലുള്ള വെള്ള കളറ് പെടാതെ നോക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് കഴിക്കും. ഈ ഓറഞ്ചിൻ്റെ തൊലി ഒരിക്കലും സ്കിപ്പ് ചെയ്യരുതെന്നാണ് ഞാൻ പറയുക. കാരണം ഓറഞ്ചിൻ്റെ തൊലിയാണ് സത്യത്തിൽ കുറച്ചും കൂടെ, അതുപോലെ പട്ടയുടെ പൊടി, ഇവ രണ്ടുമാണ് നന്നായിട്ട് ഈ പ്ലം കേക്കിന് ഫ്ലേവർ കൊടുക്കുന്നത്. അപ്പോൾ ഈ ഓറഞ്ചിൻ്റെ തൊലി ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഒരു 1/2 ടീസ്പൂൺ വരത്തക്ക രീതിയിൽ ഒന്ന് നുറുക്കിയെടുക്കാം. എന്നിട്ട് ഇതിനകത്തൊന്ന് ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം.
ഓറഞ്ചിൻ്റെ തൊലി ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉണ്ടാവും. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു കേക്ക് ടിന്നിനകത്ത് ഇടാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള എന്ത് പാത്രമാണെങ്കിലും കുഴപ്പമില്ല. നമ്മളിത് ഓവന് ഉപയോഗിക്കാതെയാണ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഒരു സാധാരണ പാത്രത്തിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏത് പാത്രം വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓവനിൽ വെക്കുമ്പോഴാണ് ഓവനിന് വേണ്ടിയിട്ടുള്ള പാത്രം എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്നത്. അപ്പം നിങ്ങൾക്കൊരു സ്റ്റീൽ പാത്രത്തിലാണ് ബേക്ക് ചെയ്ത് വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ അല്പം ഓയിൽ വെച്ചിട്ടാണ് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു ഇതുപോലത്തെ ഒരു ലൈനർ ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഉണ്ടെങ്കിൽ നല്ലതാണ്. അനിയിപ്പോൾ ഇല്ലാതെ ഇരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നമുക്ക് കുറച്ചിങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഒരു ഷേപ്പിനൊക്കെ കിട്ടും എന്ന് മാത്രം. ആ കറക്റ്റ് റൗണ്ട് ഷേപ്പിനും പിന്നെ നമുക്ക് എടുക്കാനൊക്കെ ഇച്ചിരി എളുപ്പമാണെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു ലൈനർ വെച്ചു. ഇനി ഇതിനകത്തോട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഞാനൊരു സ്പാച്ചില വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് ലെവൽ കറക്റ്റ് അല്ല, അപ്പോൾ ഒന്ന് ലെവൽ ചെയ്തിട്ട് വരാം. അപ്പോൾ കേക്കിൻ്റെ ബാറ്ററൊക്കെ നന്നായിട്ട് ഞാനൊന്ന് ലെവൽ ചെയ്ത് പറ്റുന്ന പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ അല്പം കശുവണ്ടിയൊക്കെ ഒന്ന് വെച്ച് ഭംഗിയാക്കി കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കശുവണ്ടി ഇല്ലാതെ എന്ത് പ്ലം കേക്ക്, ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഓർക്കുന്നുണ്ട്. പ്ലം കേക്കൊക്കെ വീട്ടിൽ എൻ്റെ ഡാഡിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം കഴിക്കുന്നത് അതിൻ്റെ മേലെയുള്ള കശുവണ്ടി ആയിരിക്കും. എൻ്റെ അനീത്തിയും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പം ഇത് പ്ലം കേക്കിൻ്റെ ഈ പുറത്തുള്ള കശുവണ്ടിയാണ് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ കഴിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതും ഇവിടെയും നമുക്ക് അതന്നെ തുടരാം. ഞാനപ്പോൾ കുറച്ച് കശുവണ്ടി ഇതുപോലെ മുഴുവനോടെ വെച്ചിട്ടുണ്ട്. കേക്കിൻ്റെ ബാറ്റർ റെഡിയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഓവൻ വെച്ചിട്ടല്ലാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിന് വേണ്ടിയിട്ട് ഈ ഒരു പാത്രം എൻ്റെ സ്ഥിരം പാത്രമാണിത്. ഇതിനകത്താണ് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു പാത്രം അടുപ്പ് മൂടിയിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റോളം നമുക്ക് ലോ ഫ്ലെയിമിൽ അതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. സാധാരണ നമ്മൾ ഓവൻ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പ്രീ ഹീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കേക്ക് വെക്കുക. അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ചൂടാക്കാൻ വെക്കാം. അപ്പോൾ അതൊരു 5 മിനിറ്റ് കഴിഞ്ഞു. അത്യാവശ്യം ചൂടൊക്കെ വരുന്നുണ്ട് ഇതിനകത്തോട്ട്. ഇനി നമുക്ക് കേക്കിൻ്റെ ടിൻ അല്ലെങ്കിൽ നിങ്ങൾ ഏത് പാത്രത്തിലാണോ വെക്കുന്നത് അത് വെക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് വേണം. അപ്പോൾ അതിന് ഞാനിവിടെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ മൂടികയാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ പുറത്താണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരം വയർ റാക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ചോറൊക്കെ ഊറ്റി കഴിഞ്ഞുള്ള പാത്രം വെക്കുന്ന വയർ റാക്ക് ഉണ്ടല്ലോ, അതാണെങ്കിലും വെക്കാം. അപ്പോൾ ഇത് മൂടി വെച്ചിട്ട് നമുക്കിതൊരു 50 മിനിറ്റോളം ഒക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഞാൻ മുന്നിട്ട പ്ലം കേക്കിന് ഇതുപോലെ ആരും എന്നോട് പറഞ്ഞു 1 മണിക്കൂറൊക്കെ എടുത്തു, പക്ഷെ പെർഫെക്റ്റ് ആയിട്ട് വന്നു എന്ന്. അപ്പോൾ അത് സമയം എടുക്കും. ഈവൻ നമ്മൾ ഓവനിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോലും അതിലെടുക്കും 50 മിനിറ്റ് 55 മിനിറ്റ്. അപ്പോൾ പിന്നെ അതിനേക്കാളും കുറച്ചും കൂടെ സമയം ഇതിന് എടുക്കേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു മണിക്കൂർ ഏകദേശം എടുത്തു എന്ന് തന്നെ പറയാം. അത് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കുകയാണ്. നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സ്മെല്ലാണ്. ശരിക്കും നമ്മളൊരു ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഒരു കേക്കിൻ്റെ ഷോപ്പിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞ ഒരു സ്മെല്ലില്ല, ആ സ്മെല്ല് തന്നെയാണ്. അപ്പോൾ ഇതായോ എന്നറിയാനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു ഫോർക്ക് വെച്ച് ഒന്ന് കുത്തിയെടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് വന്നു. അപ്പോൾ ഉള്ളൊക്കെ വെന്തിട്ടുമുണ്ട്. നമുക്കിനി ഇതൊന്ന് പുറത്തേക്ക് എടുത്ത് നോക്കാം. നമ്മുടെ കേക്ക് ഇവിടെ റെഡിയാണ്. ഞാൻ കുത്തിയതിൻ്റെ ചില പാടുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു കേക്ക് തന്നെയാണ്. അപ്പോൾ ഞാനിതൊന്ന് പുറത്തേക്ക് എടുത്ത് ടിന്നിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഈ ലൈനർ വെച്ചതിൻ്റെ ഗുണം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. നമുക്കിത് ആറാനൊന്നും കാത്തിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉടനെ തന്നെ നമുക്ക് പുറത്തെടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ സൈഡിൽ ഇച്ചിരി ഡിസൈൻസ് ഒക്കെ കിട്ടും. ഈ ലൈനറിൽ നിങ്ങൾക്ക് കാണാം കുറേ വരകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കാണാൻ ഇച്ചിരി ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ കേക്ക് മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇത് ഗോതമ്പ് പൊടി കൊണ്ടാണെന്ന് പറയത്തേ ഇല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ശർക്കരയുടെ ടേസ്റ്റ് ഇതിനകത്ത് ഒട്ടും പറയത്തേ ഇല്ല കേട്ടോ. അത്രയും പെർഫെക്റ്റ് ആണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നമ്മുടെ ക്രിസ്മസിന് നമ്മുടെ വീട്ടിലുള്ള എല്ലാവർക്കും ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.